And welcome back. This is RJ Mike, and you're listening to Music Monk 96.5 FM. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് യാത്രകളെക്കുറിച്ചാണ്. It's all about the journey, not about the destination. യാത്രയിൽ ലോസ്റ്റ് ആയി പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ചില വഴികൾ കണ്ടെത്താൻ പറ്റുന്നത്. So don't be afraid to get lost. നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് മറക്കാനാവാത്ത അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ചില യാത്രകൾ ഉണ്ടായിട്ടില്ലേ? So, let's hear each other out. വിളിക്കേണ്ട നമ്പർ 7356-044-484. Share with me your journey. അപ്പോൾ നമുക്ക് നാളെ രാവിലെ വീണ്ടും കാണാം. Have your stories ready? This is RJ Mike signing off. നിങ്ങളുടെ സ്വന്തം മ്യൂസിക് മോങ്ക്. മരിക്കാൻ പോണ തനിക്കാണോ ഇത്രയും പേടി? റിഫ്ലക്സ് ഉണ്ടല്ലോ. നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആര്? മാസ്റ്റക്ടമി. ഒരു വ്യക്തി സ്വന്തം ശരീരം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ആ വ്യക്തി തന്നെയാണോ? ദിസ് ഈസ് ലൈക്ക് എ മെറ്റാമോർഫോസിസ്. ജെൻഡർ അഫർമേഷൻ സർജറിക്ക് ശേഷവും നിങ്ങൾക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ട് തോന്നാൻ പാടില്ല എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ട്രാൻസിഷൻ കഴിഞ്ഞാൽ കോൺഫിഡൻസ് കൂടുകയുള്ളൂ. സർജറിക്ക് ശേഷമാണ് എനിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടായത്. പക്ഷെ സാറയുടെ കേസിൽ ആ ഒരു കംപ്ലീഷൻ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. ഒരാളുടെ അസൈൻഡ് സെക്സ് സ്ത്രീയുടേതാണെങ്കിലും മാനസികമായ ഓറിയൻറ്റേഷൻ പുരുഷൻ്റെതാണെങ്കിൽ ആ വ്യക്തിക്ക് ഫിസിക്കൽ ട്രാൻസിഷൻ ചെയ്യാം. പുരുഷനാകാൻ സാറ ഇപ്പോൾ പറയുന്ന കാരണങ്ങൾ സില്ലിയാണെന്ന് ഞാൻ പറയില്ല. സോഷ്യൽ റീസൺസ് ആണ് എനിക്കിതിൽ കാണാൻ പറ്റുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ പുരുഷനുള്ള ഹയറാർക്കി, പ്രിവിലേജസ് സ്ത്രീയായി തുടർന്നാൽ കിട്ടില്ലെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് സാറ പുരുഷനാവാൻ ആഗ്രഹിച്ചത്. സ്ത്രീയായിരുന്നുകൊണ്ട് തന്നെ അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് സാറയുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. സാറ അതിനല്ലേ ശ്രമിക്കേണ്ടത്. ഞാനിടാൻ വെച്ചിരുന്ന പേര് താടിച്ചു മാറ്റല്ലേ? മൈക്ക്. ലड़की लड़की तू है अंबर से